CV ഷിബു നമുക്ക് നൽകുന്ന വിവരം. വയനാട്ടിൽ നിന്നും ഷിബു ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ കൊരട്ടിയിൽ 200ഓളം ഇറച്ചിക്കോഴികളെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു. കോനൂർ സ്വദേശി പൗലോസിന്റെ ഫാമിലെ കോഴികളെയാണ് നായ്ക്കൾ കടിച്ചുകൊന്നത്. രാവിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ഫാമിലെത്തിയപ്പോഴാണ് ഫാമുടമ സംഭവം അറിയുന്നത്. 200ഓളം വരുന്ന കോഴികൾ കൂട്ടത്തോടെ ചത്തുകിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു. ഏകദേശം ഒരു 7-8 മണിയായപ്പോഴാണ് ഫാമിലേക്ക് വന്നത്. അപ്പോഴാണ് ഈ കോഴികളെല്ലാം ചത്ത് കിടന്നത്. പിന്നെ വല മൊത്തം കീറി പറിച്ചിട്ടൊക്കെയായിരുന്നു ഇതിൻ്റെ. മൊത്തം പട്ടികൾ എല്ലാ ദിവസവും ഇതിൽ കൂടെ പട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ വീട്ടുകാരെയും കോഴികൾ പിടിക്കുന്നതാണ്. നിറച്ചൊരു ഏകദേശം 6-7 പട്ടികളോളം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അകത്ത് കയറി എല്ലാത്തിനും കൊന്നിട്ട് പോയി. നമുക്കൊന്നും ചെയ്യാനില്ല. ആകെ കൂടിയുള്ളത് വരുമാനം ഇത് മാത്രമേ ഉള്ളൂ. കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു. വിവരം വെറ്റിനറി ഡോക്ടറെ അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്തിന്റെ അടിയന്തര ശ്രദ്ധയിൽ നായ്ശല്യം കൊണ്ടുവരുമെന്നും കുമാരി ബാലൻ പറഞ്ഞു. രാത്രി ഒന്ന് കോഴിനെ കൊല്ലുന്ന ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ധനസഹായം, ഇവർ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. സ്ഥലം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, പണിയെടുക്കാണ്ട് നമുക്ക് പൈസ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. കൊരട്ടി കോനൂർ മേഖലയിൽ പലയിടങ്ങളിലും നായ്ക്കൾ തമ്പടിക്കുന്നതായി നാട്ടുകാർക്ക് പരാതിയുണ്ട്. നേരത്തെ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരുന്നിട്ടും പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ കൂവക്കാട്ട് കുന്നിലെ സ്വകാര്യ ഫാമിലെ 250ഓളം കോഴികളെ കുറുനരി കടിച്ചു കൊന്നിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. മലപ്പുറം വണ്ടൂരിൽ മദ്യലഹരിയിൽ അച്ഛൻ മകനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം